ഹായ് ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPP-യിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് വലിയൊരു പാരഗ്രാഫ് രീതിയിലുള്ള ഒരു ചോദ്യം തരും. LPP-യിൽ മാത്തമാറ്റിക്കൽ ഫോർമുലകൾ സോൾവ് ചെയ്യാൻ വലിയൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യന് തന്നിട്ട് നമ്മളോടത് ഈ രൂപത്തിലേക്ക് മാറ്റാനാണ് പറയാറ് അല്ലേ. പക്ഷേ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ പാരഗ്രാഫായിട്ട് ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ ഇതുപോലെ മാക്സിമൈസ് z is equal to 60x1 plus 40x2 subject to 2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35. ഇങ്ങനെയാവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാം. ഡയറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. അതല്ല ചിലപ്പം മാത്തമാറ്റിക്കൽ ഫോർമുലയ്ക്ക് നമ്മൾ ഇതുപോലെ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യനെ നമ്മൾ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം 2x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നൊരു കൺസ്ട്രെയിൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്നും x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 എന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു x1-ൻ്റെയും x2-ൻ്റെയും വാല്യൂ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ അത് വെച്ച് ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈക്വൽ ടു സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, 2x1 plus x2 equal to 60, x1 is equal to 25, x2 is equal to 35 ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കെന്താണ്, ഇത് മാത്തമാറ്റിക്കൽ ഫോർമുല സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യാണ്, 2x1 plus x2 is equal to 60 എന്നും x1 is equal to 25 എന്നും x2 is equal to 35 എന്നും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, 2x1 plus x2 is equal to 60 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് x1-ൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല, x2-ൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടെത്തണം. കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യാണ് x1 is equal to 0 എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താണ്, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ത്, 2 into 0 plus x2 is equal to 60. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് 0 ആയി. therefore x2 is equal to 60 എന്ന് കിട്ടി. അപ്പോൾ x1 0 ആയപ്പോൾ നമുക്ക് x2-ൻ്റെ വാല്യൂ കിട്ടി 60 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണം. എന്താണ്, x1-ൻ്റെ വാല്യൂ 0 ആണ്, x2-ൻ്റെ വാല്യൂ 60 ആണ്. അങ്ങനെ എഴുതി വയ്ക്കുക. ഇനി ഇതേ കേസിൽ x2 0 ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അങ്ങനെ കാണുമ്പോൾ എന്താണ്, ഇതേ ഇക്വേഷനിൽ 2x1 plus 0 is equal to 60, 2x1 is equal to 60. ഈ 2-നെ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആണ്, അത് ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ x1 is equal to എന്താണ്, 60 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, 30. ഓക്കെ, അപ്പോൾ ഇവിടെ കോർഡിനേറ്റ്സ് എഴുതണത് x1 ആദ്യം എടുത്ത് എഴുതുക 30, x2 0 അങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് കിട്ടി, 0 60 30 0. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ x1 is equal to 25 ആണ് അല്ലേ. ആ x1 is equal to 25 എന്നുള്ളത് നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കോർഡിനേറ്റ് എഴുതുക. എന്ത്, 25, കാരണം x2-ൻ്റെ വാല്യൂ ഇല്ല, അത് നമ്മൾ 0 ആക്കി കൺസിഡർ ചെയ്യുന്നു. അതേപോലെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്, x2 is equal to 35 എന്നാണ്, x2 is equal to 35 എന്നാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്താൽ എന്താ, ഇവിടെ x1 0 ആയതുകൊണ്ട് x2 35 എന്ന് എഴുതി. ആക്ച്വലി നമുക്കിവിടെ x2-ൻ്റെ വാല്യൂ അറിയില്ല, ഈ കേസിൽ x1-ൻ്റെ വാല്യൂ അറിയില്ല. അത് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ ആ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, x2-ൻ്റെ വാല്യൂ ഇവിടെ x1-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വാല്യൂ ഉണ്ടെങ്കിലേ നമുക്ക് അതിലെ ഹയസ്റ്റ്
അപ്പം മാക്സിമൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മാക്സിമൈസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇൻകമും മാക്സിമം ആക്കാൻ ഈ X1ൻ്റെയും X2ൻ്റെയും വാല്യൂ എത്ര ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഗ്രാഫ് വരച്ച് ഈ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്രയാണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയില്ല. അത് നമ്മൾ 0 ആക്കി ഇമാജിൻ ചെയ്തതാണ്. ഇനി നമ്മളത് എന്ത് ചെയ്യണം, ഗ്രാഫ് വരച്ച് അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരച്ചു. ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോയിൻറ്റ്സ് എഴുതിയിട്ടുള്ളത്. ഇവിടെ 5 to 60 വരെ ഉണ്ട്, ഇവിടെ 0 to 45 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് മാർക്ക് ചെയ്യുന്നു. എപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ 0യും മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി എന്താണ്, നമുക്കിവിടെ മുകളിൽ കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ. ഈ കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം 0 to 60, 0 എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിൽ 60യും, 0 60. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, 30 0, എക്സ് ആക്സിസിൽ 30യും വൈ ആക്സിസിൽ 0യും. അപ്പോൾ ഇതിൽ 30 എടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 25 0, എക്സ് ആക്സിസിൽ 25ഉം വൈ ആക്സിസിൽ 0യും. അപ്പോൾ എങ്ങനെ എടുക്കും, 25 0 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ആക്ച്വലി നമുക്ക് ഈ പോയിൻ്റ് എത്രയെന്ന് അറിയില്ല, ഈ പോയിൻ്റ് എത്രയെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ് 25 എന്നറിയാം അല്ലേ, എക്സ് 25 എന്നറിയാം. അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് വളയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഉള്ളത് 0 35, 0 35 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 0 35, അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, എപ്പോഴും നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ അത് ഏതാണ് ലൈൻസ് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 0 16 30 16 കൂടെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫിൻ്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇത് ഏതൊക്കെയാണ് ലൈൻസ് എന്നുള്ളത് നമ്മൾ വരയ്ക്കണം. ഇത് ഏതാണ്, 25 0, ഇത് 0 35, ഇത് ഈ പോയിൻ്റ് ഏതാണ്, ഇത് നമ്മൾ ഏത് ഇക്വേഷൻ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്, ഈ പോയിൻ്റ് നമുക്ക് ഏത് ഇക്വേഷൻ നിന്നാണ് കിട്ടിയത്, ഈ 0 60യും 30 0 എന്നുള്ളത് ഏത് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്, നമ്മുടെ ആദ്യത്തെ ഇക്വേഷനായ 2x1 + x2 2x1 + x2 = 60 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പം ഇത് ഏതായിരുന്നു, x1 = 25 എന്നുള്ളതും ഇത് x2 = 35 എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാഫാക്കി വരച്ചു. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ മാർക്ക് ചെയ്യണം അല്ലേ. മോസ്റ്റ് അതായത് ഏറ്റവും എന്താ പറയുക, മാക്സിമം ഏരിയ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 ലൈനും അല്ലെങ്കിൽ 3-ൽ ഏതെങ്കിലും ഈ 2 എണ്ണം ടച്ച് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇപ്പം ഈ ലൈനും ടച്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് അല്ലേ. ഇനി ഈ ലൈനും ടച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, കാരണം നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് 2x1 + x2 ആണ്. അപ്പോൾ ആ ലൈനും ബാക്കിയുള്ള ലൈനുകളൊക്കെ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്, ഒരു പോയിൻ്റ് ഇതും ഒരു പോയിൻ്റ് ഇതുമാണ്. ഓക്കെ, കാരണം ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ലൈനാണ്, ഇതും കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളിതിൽ വരച്ചതിൽ ഈ 3 ലൈനിൽ 2 എണ്ണം കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് അതും ഒരു പോയിൻ്റ് ഇതുമാണ്. അപ്പോൾ അത് ആ പോയിൻ്റ് ഏതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു വഴി, അതായത് ഇപ്പോൾ നമ്മൾ എന്താണ്
2x1, അതായത് രണ്ട് ഇക്വേഷൻ എടുക്കുക. അപ്പം ഈ ഒരു ലൈനും ഈ ഒരു ലൈനും എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 2x1 + x2 = 60. ഇവിടെ x2 = 35 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണ് ആ പോയിൻ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് നമ്മളിത് എഴുതുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഫോർമാറ്റിൽ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, 2x1 + x2 < 60 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, x1-നും 0 കൊടുക്കുക, x2-നും 0 കൊടുക്കുക. അപ്പോൾ 2 × 0 + 0 < 60. അപ്പോൾ ഇത് 0 < 60. ഇതെന്താണ്, ഈ കണ്ടീഷൻ ശരിയാണോ? 0 60യേക്കാൾ ചെറുതല്ലേ അല്ലേ. 0 60യേക്കാൾ ചെറുതാണ്. അപ്പോൾ എന്താണ്, കണ്ടീഷൻ ശരിയാണ്. നേരെ മറിച്ച് ഇത് < പകരം > സിമ്പിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ എന്താണ്, തെറ്റാണ്. കാരണം 0 ഒരിക്കലും 60യേക്കാൾ എന്താവില്ല, വലുതാവില്ല. പക്ഷേ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു. അപ്പം ഈ കണ്ടീഷൻ എന്താണ്, സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ലൈനാണല്ലോ നമ്മൾ എടുത്തത്, ആ ലൈന് വരയ്ക്കുമ്പോൾ എന്താണ്, ഇതിന് പാരലലായിട്ട് ഒറിജിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ വരയ്ക്കണം. നേരെ മറിച്ച് ഈ കണ്ടീഷൻ നേരെ തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കുക, 0 > 60 ആയിരുന്നു എന്ന് വിചാരിക്കുക. അത് നോട്ട് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഇത് ഒറിജിനിൽ നിന്നും എവേ ആണെന്ത് ലൈൻ വരയ്ക്കണം, ഇങ്ങനെ പുറത്തേക്കാണ് ലൈന് പോവുക. ഈ കേസിൽ 0 < 60 എന്നുള്ള കണ്ടീഷൻ ശരിയായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണ്, ടുവാർഡ്സ് ഒറിജിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അങ്ങനെ ടുവാർഡ്സ് ഒറിജിനിലേക്ക് എന്ത് ചെയ്തു, വൃത്തിയിൽ കാണുന്ന രീതിയിൽ ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്, അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്, ഈ രണ്ട് കണ്ടീഷനാണ് ബാക്കിയുള്ളത്. x1 < 25, x2 < 35. അപ്പോൾ നമ്മൾ ആ x1-ന് 0 കൊടുത്തു എന്ന് വിചാരിക്കുക. x1 < 25. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, x1-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 < 25. ഈ കണ്ടീഷൻ എന്താണ്, സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം 0 25-നേക്കാൾ എന്താണ്, ചെറുതാണ്. അപ്പോൾ നമ്മൾ ആ ലൈൻ എടുക്കുന്നു, x1 = 25 എന്നുള്ള ആ ലൈന് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയതുകൊണ്ട് തന്നെ ഇത് ടുവാർഡ്സ് ഒറിജിൻ 0ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ലൈൻസ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇനി x2 = equal to അല്ല, < 35. < 35 എന്നാണ്, ഇതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ = 35. ഇതൊന്നാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഈ ഇക്വേഷൻ എന്താണ്, ഈ ഇക്വേഷൻ x2 = 35 എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഈ ലൈന് നമ്മൾ എന്ത് ചെയ്യണം, ടുവാർഡ്സ് 0ലേക്ക് വരയ്ക്കണം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയതുകൊണ്ട് തന്നെ ടുവാർഡ്സ് 0ലേക്ക് വരയ്ക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ലൈൻസും കൂട്ടിച്ചേരുന്ന ഏരിയ ഏതാണ് എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് പോകാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ വരയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ലൈൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഒരു ലൈൻ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഈ ഏരിയ ഫുൾ എന്താണ്, പോയി. ഈ ഏരിയ എവിടെ എന്ത് ചെയ്യുന്നില്ല, ലൈൻസ് 3 ലൈനും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഏരിയ. അപ്പോൾ ഈ ഏരിയ ഫുൾ എന്താണ്, ലൈൻസ് കൂട്ടിമുട്ടുന്നുണ്ട്. ഈ ഏരിയയിൽ എന്താണ്, ലൈൻസ് ഒന്നും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ കൂട്ടിമുട്ടാത്ത ഏരിയകളൊക്കെ എന്ത് ചെയ്യുന്നു, മായ്ക്കുന്നു.
കൂട്ടിമുട്ടാത്ത ഏരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മായ്ച്ച് കളയുന്നു. ഓക്കെ, അങ്ങനെ മായ്ച്ച് കളഞ്ഞാൽ ബാക്കി വരുന്നത് ഏതാണ്? ഇവിടുന്ന് വരുന്ന ഈ ലൈനും ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയ ലൈനും ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് വന്ന ലൈനും അല്ലേ, ഇത്രയേ വരുള്ളൂ. അപ്പോൾ ഇതിലെന്താണ്, 3 ലൈനും കൂട്ടിമുട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ ആ ഏരിയ ആണെന്ത്, നമ്മുടെ മാക്സിമം പ്രോഫിറ്റബിൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഓരോ പേര് കൊടുക്കുക. അപ്പോൾ ഈ പോയിൻ്റ് അല്ലേ, ഒരു പോയിൻ്റ് ഉണ്ട്, കൂട്ടിമുട്ടുന്ന വേറൊരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ അല്ലേ. ഈ 4 പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേര് കൊടുക്കുന്നു. ഒന്നെങ്കിൽ ABCD എന്നോ അല്ലെങ്കിൽ PQRS. ഓക്കെ, PQRS എന്ന് പറഞ്ഞ് നമ്മൾ പേര് കൊടുക്കുന്നു. PQRS 4 പേര് കൊടുക്കും. ഈ 4 പേരിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കാരണം ഈ പോയിന്റിൽ ക്യൂയുടെ ഈ ഒരു പോയിന്റിൽ x235 എന്നറിയാം, പക്ഷേ x1ൻ്റെ വാല്യൂ എത്രയെന്ന് നമുക്ക് അറിയില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 6 x1ൻ്റെ 25 എന്നറിയാം, പക്ഷേ x2 എത്രയാണെന്നുള്ളത് അറിയില്ല. ഗ്രാഫ് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് എക്സാക്റ്റ് ലൈന് കിട്ടും, പക്ഷേ ഇത് ഗ്രാഫ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ആ PQRS എന്നുള്ള 4 കോർഡിനേറ്റ്സിൻ്റെ പോയിൻ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം റീജിയൻ ഏതാണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് P അറിയാം, എത്രയാണ് 0.35. എസ്സും അറിയാം അല്ലേ, എസ് അറിയാം, എത്രയാണ് 25.0. ഇനി Q x1 അറിയില്ല, പക്ഷേ x2 അറിയാം, എത്ര 35. 6 x1 അറിയാം 25, x2 അറിയില്ല. ഇത് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രോഫിറ്റബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇത് ഞാൻ വായിക്കുകയാണ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കോളം വരയ്ക്കുക. PQRS x1ൻ്റെ വാല്യൂ x2ൻ്റെ വാല്യൂ z is equal to നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഏത് 60x1 + 40x2. ഈ ഇക്വേഷനിലാണ് നമുക്ക് ആ വാല്യൂ കിട്ടേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു കോളം വരയ്ക്കാം. വരച്ച് കഴിഞ്ഞിട്ട് P അറിയാം, എത്രയാണ് x1ൻ്റെ 0, x2 35. Q നമുക്ക് ഇതറിയില്ല, ഇട്ടത് 35 ആണെന്ന് അറിയാം. 6 ഇത് 25 ആണെന്ന് അറിയാം, പക്ഷേ അടുത്ത വാല്യൂ എത്രയെന്ന് അറിയില്ല. പിന്നുള്ളത് അതാണ് എസ്, അത് കൃത്യമായിട്ട് അറിയാം, 25.0 അല്ലേ. ഇനി നമുക്ക് ഈ ക്യൂവിൻ്റെ x1 എത്രയെന്ന് അറിയണം, ആറിൻ്റെ x2 എത്രയാണെന്ന് അറിയണം. നമുക്ക് ഈ ക്യൂവിൻ്റെ x1ഉം ആറിൻ്റെ x2 അറിയണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള 2 ഇക്വേഷൻസ്, അതായത് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 2x1 + x2 = 60 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. x1 = 25, x2 = 35. ഇങ്ങനെ 3 സെറ്റ് ഇക്വേഷൻ നമുക്കുണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും 2 എടുക്കാം. അതായത് നമുക്ക് x1 x2 ഉള്ള ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതാം, 2x1 + x2 = 60. അടുത്ത സ്റ്റെപ്പ് ആൻഡ് x1 = 25. അപ്പോൾ x1 എത്രയെന്ന് അറിയാം. അപ്പോൾ ഈ x1ന് എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിന് പകരം.
അപ്പോൾ 2 × 25 പ്ലസ് x2 = 60. അപ്പോൾ 50 പ്ലസ് x2 = 60. Therefore x2 = ഈ 50 ഈക്വൽറ്റിന് അപ്പുറം കൊണ്ടുവന്നാൽ 60 മൈനസ് 50 എന്ന് വരും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് വരും? ബാക്കി x2 = 10 എന്ന് വരും. അപ്പോൾ നമുക്ക് x2 10 ആണ് എന്ന് കിട്ടി. 10 കാണുന്നില്ലെങ്കിൽ 10 എന്ന് കിട്ടി. അപ്പോൾ 10 ആണെങ്കിൽ അത് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ x1 25 എന്നാണ് എടുത്തത്. അപ്പോൾ x1 25 ആണെങ്കിൽ അതിൻ്റെ r എത്ര ആയിരിക്കും? ഇപ്പോൾ നമുക്ക് കിട്ടിയ 10. ഓക്കെ, അപ്പോൾ ആറിൻ്റെ ഒരു പോയിന്റ് കിട്ടി. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? അടുത്ത രണ്ട് ഇക്വേഷൻസ് എടുക്കാം. ഇവിടെ ക്യൂവിന് x1 അറിയില്ല, ക്യൂവിന് x1 അറിയില്ല. അപ്പോൾ ഈ രണ്ട് ലൈന് 2x1 + x2 എന്ന ലൈനും x2 = 35 എന്ന ലൈനുമാണ് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും എടുക്കാം നമ്മൾ. 2x1 + x2 = 60 ആൻഡ് x2 = 35. അങ്ങനെയാണെങ്കിൽ അത് x2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x1 + 35 = 60. അപ്പോൾ 2x1 ഇവിടെ നിർത്തിയിട്ട് 35 അങ്ങോട്ട് കൊണ്ടുപോയി. 60 മൈനസ് 35 25. അപ്പോൾ x1 = 25/2 12.5 എന്ന് കിട്ടി. അപ്പോൾ അത് എവിടെ വരണം? നമുക്ക് ഈ അറിയാത്ത 12.5 നമുക്ക് അൺനോൺ ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ മാറ്റി എന്ത് ഇത് 12.5 ആക്കി, നമുക്കറിയാത്ത ഈ വാല്യൂ 10 ആക്കി. അപ്പോൾ ഗ്രാഫിൻ്റെ എല്ലാ കോർഡിനേറ്റ്സും എന്തായി? ക്ലിയറായി. എല്ലാ കോർഡിനേറ്റ്സും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതി വെച്ച ഈ ബാക്കി വെച്ച ഈ കോളം ഉണ്ടല്ലോ, അത് നമ്മൾ ഫില്ല് ചെയ്യണം, ഈ കോളം. അപ്പോൾ z = x1 + 40x2 എന്നാണ്. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 60 × 0, x1 0 ആണ്, പ്ലസ് 40 × 35. നമുക്ക് ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് 1400 എന്നാണ്. അതുപോലെ ഇവിടെ 60 × 12.5 പ്ലസ് 35 × 40. അത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 2150 എന്ന് കിട്ടും. അടുത്തത് ഇത് ചെയ്യുമ്പം 60 × 25 പ്ലസ് 40 × 10 ഏകദേശം നമുക്ക് 1900 എന്ന് കിട്ടും. ഇവിടെ ഇതുപോലെ ചെയ്യുമ്പോൾ 60 × 25 പ്ലസ് 40 × 0 അതായത് 400 മൈനസ് ചെയ്താൽ 1500 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേബിളിൽ ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ് എന്ന് നോക്കുക. ഇവിടെ മാക്സിമം വാല്യൂ എന്താണ്? ഇവിടെ 1400 ആണ്, 2150, 1900, 1500. അതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2150 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 12.5ഉം 35ഉം ആണ്. ക്ലിയർ? അപ്പം നമുക്ക് കൺക്ലൂഷൻ എഴുതേണ്ട എങ്ങനെയാണ്? സൊല്യൂഷൻ ഈസ് ക്യൂ അല്ലേ. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 12. ക്യൂ = 12.5ഉം 35ഉം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ കൺക്ലൂഷനായിട്ട് എഴുതേണ്ടത്. അതിൻ്റെ കൂടെ ആ സെഡിൻ്റെ വാല്യൂ എത്ര? 2250. അതും കൂടെ എഴുതിയാൽ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ നമ്മൾ ഈക്വൽ ടു ആക്കി എടുക്കുക. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളൊക്കെ മാറ്റി നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഈക്വൽ സൈന് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫ് വരച്ച് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഏരിയ നമ്മൾ കണക്ക് കൂട്ടുക. ആ 3 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നു. ആ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹയസ്റ്റ് വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടെത്തുന്നു. ഇത്രയാണ് LPP ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്.